വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ഇന്ന് എൻ്റെ ഫിയാൻസിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതായത് ഇന്ന് വിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയ രീതിക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ പോകാനായിട്ട്. ഞാനൊരു സാരിയാണ് എടുത്തിരിക്കുന്നത്. കുക്കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മുന്തിരി കളറിൻ്റെ സാരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുവരെയായിട്ട് അങ്ങനെ ഒരുമിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതിട്ടില്ല. എന്തായാലും ഇത് ഫസ്റ്റ് ടൈമാണ്. അത് നല്ലൊരു ഡേ ആണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരുമിച്ച് പോയി തൊഴണത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു സാരി, നല്ല അടിപൊളി സാരിയാണ് കേട്ടോ. നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. ഓക്കെ, ഇപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട്. ഒരു 10:30 ആകുമ്പോഴേക്കും ഞാൻ ഗുരുവായൂർ എത്താമെന്നാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, 10:30 ആകുമ്പോഴേക്കും ഗുരുവായൂർ എത്താമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മഴയില്ല, അതുകൊണ്ട് സ്കൂട്ടിയിൽ പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ സാരി എടുത്തിട്ട് സ്കൂട്ടി ഓടിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ ജ്വല്ലറീസൊക്കെ ഇട്ടേക്കുന്നത് ഒരു കൊട്ടക്കമ്മലാണ്. പിന്നെ എൻ്റെ ഗോൾഡിൻ്റെ പുതിയ മാല, പിന്നെ അവർ തന്ന കൈ ചെയിൻ, പിന്നെ ഒരു വാച്ച്. ഇത് കപ്പിൾ വാച്ചാണ് കേട്ടോ ശരിക്കും. അതായത് എൻ്റെ വല്യച്ഛനും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റ് ചെയ്തതാണ് അച്ഛൻ്റെ 60th ബർത്ത്ഡേക്ക്. പക്ഷെ അമ്മയുടെ വാച്ച് ഞാനാണ് കെട്ടുന്നത്. അച്ഛൻ്റെ വാച്ച് അച്ഛൻ തന്നെ കെട്ടുന്നുണ്ട്. പിന്നെ ഹെയർ ഞാൻ സാധാരണ കെട്ടുന്ന പോലെയാണ് കേട്ടോ കെട്ടിയേക്കുന്നത്. പിന്നെ അത്ര തന്നെയുള്ളൂ. ചപ്പൽസൊക്കെ പുറത്താണ്. ചപ്പൽസ് സെയിം ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോകാം, ലേറ്റ് ആക്കണ്ട. ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വണ്ടി എടുത്ത് പോകണം. ഇത് എൻ്റെ ഹെൽമെറ്റ് അല്ല. എൻ്റെ ഹെൽമെറ്റ് ഞാൻ കുറേ തപ്പി, പക്ഷെ അവിടെ കാണാനില്ല. എവിടെ പോയിന്നറിയില്ല. എന്തായാലും ഞാൻ അച്ഛൻ്റെ ഹെൽമെറ്റ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അത് കുറച്ച് എന്തോ ഒരു അപാകത ഉണ്ട് എനിക്ക്. സാരിയൊക്കെ ഞാൻ ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. Birthday boy. Hi Anke, birthday boy. Helmet തോർന്നു. കുറച്ച് നേരം എന്നെ പോസ്റ്റ് ആക്കിയിട്ട് ആ വിഷ്ണുവേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിഷ്ണുവേട്ടനെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണുവേട്ടൻ്റെ ഷർട്ടും അതുപോലെ തന്നെ എൻ്റെ സാരിയും ഏകദേശം ഒരേ കളറാണ് കേട്ടോ. ഈ ഒരു ഷർട്ട് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കണ്ട കളർ ഒരു റെഡായിരുന്നു കേട്ടോ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ സെയിം ഞങ്ങളുടെ ഡ്രസ്സ് ഒരേ കളറായിരുന്നു. കോയിൻസിഡൻസ് ആയിരുന്നു. ശരിക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരേ കളറാവുമെന്ന്. അപ്പം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയ ഉടനെ മുല്ലപ്പൊക്കെ മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുല്ലപ്പൂ വെക്കാനായിട്ട്. അങ്ങനെ മുല്ലപ്പൊക്കെ മേടിച്ചു. വിച്ചു ആണെങ്കിൽ ആളുടെ ചെരുപ്പും അതുപോലെ തന്നെ ഞാൻ കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഒരു യെല്ലോ കവറിൽ. അത് ഒരു ഷോപ്പിൽ വെച്ചു കേട്ടോ. ഇനി നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ കയറി തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷെ ഞാനാണെങ്കിൽ ചെരുപ്പും ഊരിയിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഫോണും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കറിയണ ഒരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ വെക്കാമെന്നാണ് വിചാരിച്ചത്. ഇന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ഇന്ന് ജൂലൈ 3 ആണ്. യെസ്, നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് വിച്ചുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ. അതായത് സ്റ്റാർ നോക്കിയിട്ടുള്ള പിറന്നാളല്ല, ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. സ്റ്റാർ നോക്കിയിട്ടുള്ള പിറന്നാൾ വിച്ചുവിൻ്റെ ഫാമിലിയുടെ കൂടെ അടിപൊളിയായിട്ട് ആഘോഷിക്കും. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിന് നമ്മൾ ഒരുമിച്ച് അമ്പലത്തിൽ പോകാൻ മുൻപേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കുറേ പേരെ മോഹിനിയാട്ടത്തിൻ്റെയും അതുപോലെ തന്നെ ഭരതനാട്യത്തിൻ്റെ ഒക്കെ വേഷത്തിൽ അരങ്ങേറ്റം നടത്താനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേരെ കണ്ടു. അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, എൻ്റെ പഴയ കല ഓർമ്മകളിലേക്ക് പോയി. ഞാനും അരങ്ങേറ്റത്തിന് ഇതേപോലെ ടെൻഷനൊക്കെ അടിച്ച് നിന്നിരുന്നു കേട്ടോ സ്റ്റേജിൻ്റെ ബാക്കിൽ. അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി സുഖമായിട്ട് നമ്മൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഞാൻ സുന്ദരിയായിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ അമ്പലത്തിന് ചുറ്റും, അതായത് അമ്പലത്തിൻ്റെ പുറം ഭാഗം ചുറ്റും ഒന്ന് പ്രദക്ഷിണം വെക്കുകയാണ് കേട്ടോ. വിച്ചുവിന് തീരെ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണ്. അപ്പോൾ മൂപ്പരാൾ പറഞ്ഞത് ഞാൻ എന്താ പറയുക ഡള്ളാവും, ടാൻ അടിക്കുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഭയങ്കര നല്ല ധൈര്യത്തിലാണ് നടക്കുന്നത്. കാരണം ഞാൻ നല്ല രീതിക്ക് SPF 50 PA+++ അപ്ലൈ ചെയ്തിട്ടാണ് നടക്കുന്നത്. അതിനുശേഷം നമ്മൾ കുളത്തിൻ്റെ സൈഡ് എത്തി
കയറിയപ്പോൾ ഒന്ന് നിന്നു കേട്ടോ, കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ നിന്നു. അതിനുശേഷം ആ വിച്ചുവിനെ കൊണ്ട് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിക്കുകയായിരുന്നു കേട്ടോ. ചിലവരുടെ കമൻറ്റ്സ് ഞാൻ കണ്ടു, വിച്ചുവിന് തീരെ താല്പര്യമില്ല ഉറപ്പിക്കണേൻ്റെ ആ ഒരു ചടങ്ങിലൊക്കെ നിൽക്കണ കാണുമ്പോൾ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ നിൽക്കണേന്നൊക്കെ. അതൊക്കെ നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. വിച്ചു നല്ല താല്പര്യത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അത് ഞാൻ വരും വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ വിച്ചുവിനെ കൊണ്ട് ഒരു വീഡിയോ എടുപ്പിച്ചാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അത് ഇങ്ങനെയായി, മര്യാദയ്ക്കൊന്നും എനിക്ക് എടുത്തു തന്നില്ല. വിച്ചു നല്ല രീതിക്ക് ഇൻട്രോവേർട്ടാണ് കേട്ടോ, ഞാനതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ച് വിച്ചുവിനെ കൊണ്ട്. വിച്ചുവിന് അങ്ങനെ ഫോട്ടോസ് എടുക്കുന്നൊന്നും താല്പര്യമില്ല, ആളുടെ ഫോട്ടോ എടുക്കുന്നത് ഒട്ടും താല്പര്യമില്ല. എൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വരും കേട്ടോ, പക്ഷെ അത് കുറേ നേരം നീണ്ടു നിന്ന ആൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും തോന്നാറില്ല കേട്ടോ. എന്തായാലും നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അതെന്തായാലും ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ആളുടെ വാച്ചും അതുപോലെ തന്നെ ഫോണും പിന്നെ ഞാൻ കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ്, ഇതാ ഒരു യെല്ലോ കവറിലുള്ളതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ്. അതൊക്കെ ആയിട്ട് ഇതാ നമ്മളിനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നമ്മൾ വേറൊരു ചെറിയൊരു ഷോപ്പിൽ നിർത്തി വേറെ ഇതിനെല്ലാം ഉപ്പ് സോഡ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഉപ്പ് സോഡ കുടിക്കണം. അപ്പം ഞാൻ ഉപ്പ് സോഡ കുടിക്കുകയാണ് കേട്ടോ. കുറച്ച് തിരക്കിലായിരുന്നു ബിസിനസ്സിൻ്റെ കാര്യമായിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉപ്പ് സോഡയൊക്കെ കുടിച്ച് എൻ്റെ സ്കൂട്ടിയിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ, വെജിറ്റേറിയൻ ഹോട്ടൽ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഹോട്ടലാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ, പക്ഷേ വിഷ്ണുവേട്ടൻ ഫസ്റ്റ് ടൈമാണ് പോണത്. ഇപ്പം നിങ്ങളിൽ ചിലവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ശരിക്കും എന്താണ് വിളിക്കണേന്ന്. കാരണം വിച്ചുന്നും ഞാൻ വിളിക്കുന്നുണ്ട്, വിഷ്ണുവേട്ടനും ഞാൻ വിളിക്കുന്നുണ്ട്. ഞാൻ രണ്ടും വിളിക്കാറുണ്ട്. ഞാൻ കൂടുതലും വിളിക്കുക വിച്ചു എന്നാണ്, പക്ഷേ ഞാൻ വിഷ്ണുവേട്ടനും വിളിക്കാറുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ വിഷ്ണുവേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്, പിന്നെ അത് വിച്ചുവായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഷ്ണുവേട്ടൻ വിച്ചു അങ്ങനെ മാറി 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 വരും. ഒരിക്കലും ഞാനങ്ങനെ പേരെടുത്ത് വിളിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെ വിളിക്കാറില്ല. വിഷ്ണു എന്നാണ് പേര്, അപ്പോൾ അതെടുത്ത് അങ്ങനെ വിളിക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്തത്. അടിപൊളി മീൽസ് ആയിരുന്നു കേട്ടോ. കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. കുറേ എന്ന് പറഞ്ഞാൽ കുറേ കറികളും അതുപോലെ തന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പായസം സേമിയ പായസമായിരുന്നു കേട്ടോ. എൻ്റെ പായസവും അതുപോലെ തന്നെ വിച്ചുവിൻ്റെ പായസവും വിച്ചു തന്നെയാണ് കുടിച്ചത്. കാരണം വിച്ചുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പായസമാണ് കേട്ടോ സേമിയ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരം വരുന്ന ഒരു ബേക്കറി ഉണ്ട് കേട്ടോ. നമ്മൾ റിലേഷൻഷിപ്പിലായതിനു ശേഷം തുടക്കം തൊട്ടേ വരുന്ന ഒരു ബേക്കറിയാണ് ഗുരുവായൂരുള്ളത്. അപ്പോൾ ആ ഒരു ബേക്കറിയിൽ വന്നിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തത്. വിച്ചു ആണ് കേട്ടോ അൺബോക്സ് ചെയ്യുന്നത്. വിച്ചുവിൻ്റെ ഓരോ എക്സ്പ്രഷനും നിങ്ങൾക്ക് ഫേസിൽ നിന്ന് കാണാൻ പറ്റും. ഞങ്ങളുടെ ഉറപ്പിക്കലിന് എടുത്ത ഫ്രെയിമാണ് കേട്ടോ, ഞങ്ങൾ രണ്ടുപേരുടെയും കുട്ടി ഫ്രെയിമാണ്. ഒരു വൈറ്റ് ഡ്രസ്സിലുള്ള ഫോട്ടോ. പിന്നെ വാച്ച് കണ്ടപ്പോൾ ശരിക്കും മൂപ്പരാൾ ഞെട്ടിപ്പോയി. വേറെ ഒന്നുമല്ല, ഇത് ഞാനിപ്പോൾ 3rd ടൈമാണ് ആൾക്ക് വാച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കൊടുത്ത വാച്ചാണ് ഇപ്പോൾ കയ്യിൽ കെട്ടിയിരിക്കുന്നത്. 3rd ടൈമാണ് ഈ ഒരു വാച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൾക്ക് സർപ്രൈസ് ആയി. കാരണം ആൾ സർപ്രൈസ് ആവാൻ വേറെ കാരണങ്ങളൊന്നുമല്ല, ആളുടെ അടുത്ത് ഓൾറെഡി ഒരു 2-3 വാച്ച് ഉണ്ട്. അതിൽ 2 ഞാൻ കൊടുത്തതാണ് ഗിഫ്റ്റ് ചെയ്തിട്ട്. പിന്നെയും ഞാൻ വാച്ച് കൊടുക്കുമ്പോൾ ശരിക്കും ആൾ സർപ്രൈസ് ആയതാണ് കേട്ടോ. ആൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീണ്ടും വാച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ചെറിയൊരു കാർഡ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ പെർഫ്യൂമിൻ്റെ കിറ്റായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഷർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ലൊരു കളറാണ്, അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു നല്ല കളറാണെന്നൊക്കെ. പിന്നെ ആളുടെ സൈസ് എനിക്ക് കറക്റ്റായിട്ട് അറിയണം, കാരണം ഞാൻ ആ ഒരു സൈസിൽ തന്നെയാണ് മേടിച്ചത്. പിന്നെ ആ ഒരു ചെറിയൊരു കാർഡാണ്. പിന്നെ ഇത് പെർഫ്യൂം കിറ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ റിലേഷൻഷിപ്പിലായതിനു ശേഷം ഞാൻ എല്ലാ ബർത്ത്ഡേക്കും ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാൻ നോക്കാറുണ്ട് കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം കൊടുത്ത ഹാമ്പറിൽ ടീഷർട്ടും ചോക്ലേറ്റും അതുപോലെ തന്നെ പെർഫ്യൂം ആയിരുന്നു കേട്ടോ. രണ്ടാമത്തെ കൊടുത്ത ഹാമ്പറിൽ ഫുള്ള് നട്ട്സും കാര്യങ്ങളായിരുന്നു, പ്രോട്ടീൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം വീണ്ടും ഡ്രസ്സും അതുപോലെ തന്നെ പെർഫ്യൂമും പിന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ട വാച്ചൊക്കെയാണ് കേട്ടോ ഞാൻ ഗിഫ്റ്റ് ചെയ്തത്. എന്തായാലും വാച്ചൊക്കെ ആൾ ഇട്ട് നോക്കി, ആൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഫൈനലി ഇതാ നമ്മൾ 2 പീസ് കേക്ക് മേടിച്ചിട്ട് കഴിച്ചു കേട്ടോ. ബർത്ത്ഡേക്ക് കേക്ക് ഇല്ലാണ്ട് എന്തല്ലേ. അപ്പോൾ ഒരു ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.